ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച, ഇന്നലത്തെ അതേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, കുറേ ലേറ്റായത് മാത്രമല്ല, ഇന്നലെ ശരിക്കും ഒരു 5 മണി തൊട്ട് 10:15 വരെ ഒറ്റ നിപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഹീൽസ് ഉള്ള ചെരുപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇന്നലെ ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ ഭയങ്കര കാലുവേദന. അങ്ങനെ പുലർച്ചെ എണീറ്റ് കാലുമ്മേ കുറച്ച് എന്താ പറയുക, ഇതൊക്കെ ഓയിൻമെൻറ്റൊക്കെ പുരട്ടി ഒന്ന് കിടന്നുറങ്ങി. പിന്നെ എണീറ്റപ്പോൾ മണി 9:30 കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും എന്തെയും നമ്മുടെ തോമുട്ടനും അപ്പാപ്പനും ഡോണും കൂടിയിട്ട് പോയി. ഇന്ന് അപ്പാപ്പനും അപ്പയും കൂടിയിട്ടാണ് കേട്ടോ തോമുനെ പ്ലേ സ്കൂളിലേക്ക് കൊണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എനിക്കുള്ള പുട്ടും പഴവും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരെന്നെ വിളിച്ചില്ല. പിന്നെ 9:30 കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് പതിപടി കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ഈ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും അതാത് സ്ഥാനങ്ങളിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം പോകാനുള്ള സാധനങ്ങൾ ആദ്യം ഒതുക്കി വെച്ചത്, സ്വതവേ ഉള്ളത് ഇറങ്ങണ നേരത്തെ ഒരു തിക്കും തിരക്ക്. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും ഡാഡിയുടെയും എൻ്റെയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം റൂം കംപ്ലീറ്റൊക്കെ ഒന്ന് ഒതുക്കി. കുട്ടികളില്ലാത്ത സമയത്താണ് എനിക്കിപ്പോൾ പുകയ്ക്കാൻ പറ്റണുള്ളൂ. കാരണം അല്ലെങ്കിൽ അതിൻ്റെ ശ്വാസം ചാക്കോച്ചന് ഒട്ടും പറ്റില്ല. അപ്പോൾ ചാക്കോച്ചൻ മുകളിൽ പോയ സമയം നോക്കിയിട്ട് ഞാൻ കംപ്ലീറ്റ് റൂമുകളും ബാത്റൂമൊക്കെ തുറന്നിട്ടതിന് ശേഷം നമ്മളുടെ സാമ്പ്രാണി പുകയ്ക്കപ്പോൾ ഞാൻ അപ്പോൾ റൂം എപ്പോഴും ഫ്രഷായിട്ട് കിടക്കും. അങ്ങനെ ഇരിക്കും. ഇന്നത്തെ മോനെ നേരത്തോടെ കൊണ്ടുവന്നു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടി അപ്പയുടെ കൂടെ അവൻ നേരത്തെ പോരും വഴിക്ക് നടത്തറ പള്ളി പെരുന്നാളാണല്ലോ, അവിടെ മറ്റേ ബലൂൺകാരുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അവിടെ നിന്ന് ചാക്കോച്ചനുള്ളൊരു ഇതും കൊണ്ടാണ് വന്നത്. അപ്പോൾ ഡോൺ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോൺ വന്നപ്പോൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ ശരിക്കും ഒരു 5 മണിക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഈ ഇറങ്ങണോട് കൂടിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിലുള്ളതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഒതുക്കലും പെറുക്കലും ഇനി. അപ്പോൾ എപ്പോഴും നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഞങ്ങളിത് കല്യാണത്തിന് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് പുതിയ സാരിയും ബ്ലൗസും തയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഒറ്റ പ്രാവശ്യം കൊടുത്ത കുറേ സാരികളിരിക്കുമ്പോൾ ഞാൻ ഇനിയും അത് വെറുതെ തയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ സാരി തന്നെ എടുത്തു. അപ്പോൾ ഇത് നമ്മളുടെ ആൻസൻ്റെ പപ്പയുടെ അനിയൻ്റെ മോൻ്റെ കല്യാണമാണ്, അമലിൻ്റെ. എപ്പോഴും ഞാനും ഡിംപിളൊക്കെ പറയണ കേട്ടിട്ടുണ്ടാവും അമലിന്. ഡിംപിളിൻ്റെ ചാനലിൽ ഉണ്ട് അവരുടെ തലേ ദിവസത്തെ ഡാൻസും പാട്ടും കാര്യങ്ങളും. 2 കല്യാണം ഒരുമിച്ചുള്ള ആഘോഷമാണ്. പപ്പയുടെ പെങ്ങളുടെ അവളുടെ ഓൾറെഡി കഴിഞ്ഞു. നീനു ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, കാണിക്കാം. ഇത് അനിയൻ്റെ മോൻ, അനിയനാണ് അത് ബിജി ആൻറ്റി, അമൽ, അലൻ, അരുൺ. മൂത്താൾ പുറത്താണ്, അലൻ എഡിറ്ററാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ ഫാമിലി. പെൺകുട്ടി ശില്പ എന്ന പേര്, കോട്ടപ്പുറം തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ആ കുട്ടിയുടെ ഫാമിലിയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. അങ്ങനെ 2 ഫാമിലിയും കയറി. ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് കേട്ടോ വന്നത്. ഞങ്ങൾ വന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ലേറ്റായെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. കാരണം ശരിക്കും 5 മണിക്കൊക്കെ ഇറങ്ങിയിട്ട് 6:45 കഴിഞ്ഞു എത്തുമ്പോൾ. കാരണം തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ടുള്ള വഴി കുറച്ച് ദൂരം ഉണ്ടല്ലോ. അപ്പോൾ വണ്ടിയിലിരിക്കുമ്പോൾ 2 പേരും കയറി വഴിക്ക് കിടന്നുറങ്ങി. തോമും ഉറങ്ങി, ചാക്കോച്ചനും ഉറങ്ങി. അപ്പോൾ ആൻസൺ പറഞ്ഞു അത്ര വേഗം നേരത്തെ ഒന്നും വരണ്ട, ഒരു 7 മണിയോടുകൂടി 6:45 7 എത്തിയ കറക്റ്റ് ടൈമാണ്. ആ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ എത്തിയപ്പോൾ ശരിക്കും ഇവർ കയറുന്ന അതേ സമയത്ത് എത്തിയിട്ടാവും. അപ്പോൾ എനിക്ക് കയറണതൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡിംപിളാണ് അവിടുത്തെ സ്റ്റേജ് കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം അവൾ കമ്പയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ മുമ്പൊക്കെ ചെറുപ്പത്തിലൊക്കെ അവൾക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു സമയം വന്നപ്പോൾ അവൾ അതിൽ നിന്നൊക്കെ പിൻവാങ്ങി. ഇപ്പോൾ വീണ്ടും അവൾക്കൊരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ ഇപ്പോൾ അവൾ കാര്യങ്ങളൊക്കെ ഭംഗിയിൽ ചെയ്തു തുടങ്ങിയിട്ടോ. അപ്പോൾ മൂപ്പരാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ പാച്ചുവിനെ ഞങ്ങൾ കയറുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പാച്ചുവിനെയും കൊണ്ട് വരികയാണ്. പക്ഷെ അപ്പാപ്പൻ്റെ കയ്യിൽ ചാക്കോച്ചനാണ്. അപ്പോൾ അത് എന്താവും എന്നറിയില്ല. പക്ഷെ അത് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പാപ്പൻ്റെ കൂടെയുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാലോ, അവനും അപ്പാപ്പൻ എന്ന് പറഞ്ഞാൽ അതുപോലെ ചക്കരയും തേനും പോലെയാണ്. പക്ഷെ ഇപ്പം എങ്ങനെ അപ്പാപ്പൻ്റെ കൂടെ ഫുൾ ടൈം ചാക്കോച്ചനാണ്. അവൻ കണ്ടിട്ടുമില്ല, അവൻ കുറേ ദിവസമായില്ലേ ഇവിടുന്ന് പോയിട്ട്. അപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞ് അവൻ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ അവനെന്താ ചെയ്യണ്ടേന്ന് പിടുത്തല്ലാണ്ട് എല്ലാവരെയും കണ്ട് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത്രയും ഭയങ്കര സന്തോഷമായിരുന്നു. ഡിവൈനെയൊക്കെ കണ്ടപ്പോൾ അവന് നാണാണോ സന്തോഷമാണോ എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല, അതുപോലെയായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സ് ഇവിടെ ഡെൽമ ഡിസൈൻസിൽ നിന്ന് അവൻ്റെ മാമോദീസയുടെ
ഡ്രസ്സ് തയ്ച്ചില്ലേ അവരെന്നെ ആട്ടോ ഇതും സ്റ്റിച്ച് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കാണുമ്പോഴേക്കൊക്കെ അവൻ്റെ പാൻറ്റും ഷർട്ടൊക്കെ പുറത്തേക്കൊക്കെ ആയി തുടങ്ങി. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനത് വിട്ടുപോയതാണ്. അല്ലെങ്കിൽ ഇതിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ച് തന്നേനെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഡിംപിളിതേ ഓരോരുത്തരെ വിളിച്ച് കയറ്റലും അതിൻ്റെ കാര്യങ്ങൾ പറയലും ഒക്കെ ആയിട്ട് എനിക്ക് വെച്ചാൽ കുറേ കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ഡിംപിളിനെ കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. കാരണം കുറേ വർഷങ്ങളായിട്ട് അവൾ ഒരു ഒന്നുമല്ലാണ്ട് അവളിലേക്ക് തന്നെ സ്വയം ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പിലാണ് നിൽക്കണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇരട്ടി ഉഷാറായിട്ട് അവൾ ഓരോ കാര്യങ്ങൾ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുകയും കണ്ടക്ട് ചെയ്യുകയൊക്കെ ചെയ്തത് കാണുമ്പോൾ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ലവ്യയ്ക്കും മാത്തനും ലിജേഷേട്ടനും നിഷയ്ക്കും അവരുടെ പപ്പയുടെ ഫാമിലിക്കാട്ടോ. കാരണം പപ്പയുടെ ഫാമിലി അവളെന്താ പറയുക, ഇനി ഇങ്ങനെ നിന്നാൽ പറ്റില്ല, ഉഷാറാവണം എന്ന് പറഞ്ഞത് ഇതാണ് ലവ്യയും മാത്തനും കേട്ടോ. അപ്പോൾ അവർ ഇനി ഇങ്ങനെ ആയാൽ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ മക്കളും മരുമക്കളും ഒക്കെ കൂടെ ഒത്തൊരുമിച്ചാണ് അവരുടെ കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നത്. അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഡിംപിൾ ഉഷാറായിട്ട് മുന്നിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പോൾ അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ദേ നമ്മുടെ ചാക്കോ തോമൂട്ടൻ ഒക്കത്ത് അപ്പയുടെ ഒക്കത്ത് ഒപ്പം നമ്മുടെ പാച്ചൂട്ടനും കയറിയിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടാളും കൂടിയിട്ടുള്ള കളിയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ ഒപ്പം നിന്നിട്ടുള്ള കളിയാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസമായി അവനെ കണ്ടിട്ട്. വീഡിയോ കോൾ വഴി കാണും എന്നല്ലാണ്ട് നേരിട്ട് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു 10ലധികം ദിവസമായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ആ മീറ്റപ്പിനൊന്ന് വന്ന് ഒന്ന് മിന്നായം പോലെ കണ്ടുപോയി എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. എല്ലാ കുട്ടികളുടെയും കൂടി അവിടുത്തെ എനിക്ക് തോന്നുന്നു പപ്പയുടെ ചേട്ടനനിയന്മാരുടെ മക്കളൊക്കെ ഉണ്ട്, അവരുടെ കൂടെയാണ് അവൻ്റെ കളി മുഴുവൻ. കുറേ ടീനേജ് കുഞ്ഞു മക്കളുടെ എനിക്ക് അവരെയൊക്കെ വീഡിയോ കൂടെ കാണിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് പോണതാണ് കേട്ടോ നീനു ഹസ്ബൻഡ്. അപ്പോൾ അതായത് കഴിഞ്ഞ ആഴ്ചയിൽ പപ്പയുടെ പെങ്ങളുടെ മോളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നീനു ഹസ്ബൻഡാണ്. ഇവരൊക്കെയാണ് കേട്ടോ അവിടുത്തെ ആൺമക്കളും അവരുടെ ഭാര്യമാരും. അപ്പോൾ ആഷിയും അലനും പിന്നെ അനു ഉണ്ട്. അവരൊന്നിച്ച് അവരുടെ ആഷിയുടെ റോണി സ്ഥലത്തില്ലല്ലോ, എനിക്ക് തോന്നുന്നു അനുവിൻ്റെ ഹസ്ബൻഡിനെയും കണ്ടില്ല. അപ്പോൾ അവർ അലൻ്റെ കൂടെ നിന്ന് ഡാൻസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇത് നീനു ഹസ്ബൻഡാണ്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. ഇതൊക്കെ ഇവരുടെ ചേട്ടനനിയന്മാരൊക്കെ കൂടി കണ്ടക്ട് ചെയ്തിട്ടുള്ള പരിപാടികളാണ്. കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. നല്ല കോപ്പിറൈറ്റുള്ള കാരണം, അല്ലെങ്കിൽ ഞാൻ ആ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ടേനെ. അപ്പോൾ അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു നല്ലൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്തു എന്ന് പറയാം. കാരണം ഈ വശങ്ങളിലാണ് ഇങ്ങനത്തെ പരിപാടികൾ കാണുക, എറണാകുളം വശത്ത്. നമ്മളുടെ തൃശ്ശൂരൊന്നും ഇതുപോലെയുള്ള പരിപാടികളോ കാര്യങ്ങളോ കാണാറില്ല. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും നമ്മുടെ ബിൻസിയുടെ വീട്ടിൽ നിന്നും പിന്നെ അവരുടെ ചേച്ചി മറ്റേ ലില്യാൻ്റെയും അങ്കിളും പിന്നെ ആഷിയുടെ മമ്മി റോണിയുടെ മമ്മി പിന്നെ കുറേ ബന്ധുക്കൾ നീനുവിൻ്റെ വീട്ടുകാർ എല്ലാം അവിടെ ചെന്ന് പെട്ടപ്പോൾ കുറേ പേരൊക്കെ പരിചയക്കാരാണല്ലോ, ബന്ധുക്കളും ലവ്യയുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരെയും കണ്ട് കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ അവിടെ ഫുഡ് അതെ നല്ല ഫുഡായിരുന്നു. ഇതാണ് ബിജി ആൻറ്റി കേട്ടോ, ഈ പിങ്ക് സാരി എടുത്തതാണ് ബിജി ആൻറ്റി അങ്കിള്. ഇവരുടെ മോനാണ് അമല കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുത്തെ മറ്റേ വെൽക്കം ഡ്രിങ്കും നല്ല ജ്യൂസൊക്കെ ആയിരുന്നു. അതും നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും ആയിരുന്നു സ്റ്റാർട്ടറായിട്ടുണ്ടായിരുന്നത്. ഇത് ലില്യാൻ്റിയുടെ അങ്കിളാണ്, ഇത് ബിൻസിയുടെ ചേച്ചിയാണ് കേട്ടോ, ലില്യാൻ്റിയും ഹസ്ബൻഡുമാണ്. അപ്പോൾ അങ്ങനെ ഡിംപിൾ ഇതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് വന്ന് ജ്യൂസ് കുടിക്കാൻ വന്നതാണ്. കൗണ്ടറൊക്കെ കാലിയായി അവസാനമായി തുടങ്ങിയിട്ടോ. പിന്നെ എനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടമായത് ലാസ്റ്റ് ഞങ്ങൾ ഒരു കട്ടൻ കുടിച്ചു. ഭയങ്കര ഇഷ്ടമായി എനിക്ക് ആ കട്ടൻ കാപ്പി കേട്ടോ. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ഇതെങ്ങനെയാണ്, നമ്മളെവിടെ ചെന്നാലും ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ആദ്യം അതല്ലേ ചോദിക്കുക. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് മറ്റേ നാരങ്ങ തൊലിയോട് കൂടിയിട്ട് തിളപ്പിച്ചിട്ട് ആ ചായയിൽ ഇട്ടിട്ട് അത് മറ്റേ എസൻസ് പോലെ മാറ്റി വെച്ചിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ചായ ഒഴിച്ചിട്ട് കുറച്ച് കടുപ്പത്തിലുള്ളൊരു ചായ ഒഴിച്ചിട്ട് പിന്നെ തിളച്ച വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ട് ഒരു പീസ് മിൻ്റാണെങ്കിൽ മിൻറ്റ്, തുളസിയാണെങ്കിൽ തുളസി ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾക്ക് തന്നത്. ഭയങ്കര ടേസ്റ്റ്. അപ്പം ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ എനിക്കതൊന്ന് പരീക്ഷിക്കണമെന്നുണ്ട്. പരീക്ഷിച്ചിട്ട് നല്ലതാണ് ആ ചേട്ടൻ പറഞ്ഞ രീതിയിൽ ഞാൻ ചെയ്തിട്ട് അത് രുചിയായെങ്കിൽ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ. ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ കാണിച്ചു തരാം. ഇത് നമ്മുടെ ബിൻസിയുടെ ഫാമിലിയാണ്.
ഇതിപ്പോൾ റോണിയുടെ മമ്മി, പിന്നെ ലില്ലി ആൻറ്റി, അങ്കിള്, പിന്നെ പപ്പ, മമ്മി, ബേബി അങ്കിൾ, അതായത് ബിൻസിയുടെ ആങ്ങളെയാണ്. അവർ വെള്ളാങ്കല്ലൂരാണ്. ഇതാണ് അവരുടെ ഫുൾ ഫാമിലി കേട്ടോ. നമ്മുടെ ആഷിനെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അങ്ങനെ സെറ്റായിട്ട് ഫോട്ടോസ് എടുക്കുക. അപ്പോൾ ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ കെട്ടിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടാണ് എല്ലാവരും എടുത്തിരുന്നത്. പിന്നെ അപ്പോൾ നമ്മൾക്ക് എപ്പോഴും കെട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ മന്ത്രകോടി കൊടുക്കണം എന്നാണ് പറയുക. അപ്പോൾ ആ മന്ത്രകോടി കൊടുത്തിട്ട് വന്നതിന് ശേഷമാണ് ബാക്കി ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡിംപിള് കുറച്ച് ഫ്രീ ആയപ്പോൾ നമ്മുടെ തോമുട്ടനെ എടുക്കാൻ വന്നതാണ്. അപ്പോൾ തോമുട്ടൻ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര വിഷമാണ്. ഇത് നമ്മുടെ ലവ്യയുടെ ചേച്ചിയാണ് കേട്ടോ, കാവ്യ. ഇവരുടെയാണ് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുണ്ടാവും ഡിംപിള് ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നത്. അത് അവരുടെ ഈ മോളുടെ കൊച്ചിൻ്റെ ആയിരുന്നു കേട്ടോ. ബാപ്റ്റിസവും ബർത്ത്ഡേയും കൂടി ഒന്നിച്ച്. അപ്പോൾ അവരിവിടെ എല്ലാവരും പുറത്താണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ആകെ എല്ലാവരെയും കൂടി, അതായത് എല്ലാ ബന്ധുക്കളെയും ഒരുമിച്ച് കാണുക എന്ന് പറയില്ലേ. ആൻസൻ്റെ വീട്ടിലത്തെ കംപ്ലീറ്റ് ബന്ധുക്കളെ, മമ്മിയുടെ ആൾക്കാരെയും പപ്പയുടെ ആൾക്കാരെയും എല്ലാവരും ഒന്നിച്ച് കണ്ടു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ആലോചിച്ചത്, ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഫാമിലി ഫോട്ടോ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് നമുക്ക് അത് ഒപ്പിക്കാം. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങളെ മീറ്റപ്പിൻ്റെ അന്ന് എടുക്കാമെന്ന് വെച്ചപ്പോൾ ആൻസൺ വരാൻ ലേറ്റായി. അപ്പോൾ അത് പറ്റിയില്ല. പിന്നെ ആ തിക്കും തിരക്കും ബഹളമായി, ഒരാൾ ഉറങ്ങി, അങ്ങനെയായി. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഫാമിലി ഫോട്ടോ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ചെറായി ബീച്ച് കൺവെൻഷൻ സെൻറ്റർ. ഇവിടെ വെച്ചാണ് കല്യാണമായിരുന്നു, ഓപ്പൺ സ്റ്റേജിലായിരുന്നു കല്യാണം. അങ്ങനെ ബീച്ചിൻ്റെ അരികത്ത് തന്നെ. ഇപ്പം നമ്മളുടെ പാച്ചൂട്ടൻ്റെ 2ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബീച്ച് സൈഡിൽ. അത് ചെറിയൊരു ഹോളായതുകൊണ്ട് ഇവിടേക്ക് വന്നതാണ്. ഇവിടെ നല്ല വലിയ ഒരു ഏരിയയാണ് കേട്ടോ, ഫ്രണ്ടിൽ ബീച്ചും. അവിടെ നിന്ന് ഞങ്ങൾ, എനിക്ക് തോന്നുന്നു 9 മണിയൊക്കെ ആയപ്പോഴേക്കും പോന്നു. ഇത് പുതുക്കാട് പള്ളിയാണ്. ഇവിടെ എത്തിയപ്പോൾ ഡോണ എനിക്ക് ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഡോണും ഡിവൈനും 2 ദിവസം മുമ്പ് പോയില്ലോ, ശനിയാഴ്ച പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാർണിവലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ വീട്ടിലെത്തിയപ്പോൾ 10:35 എന്നാലും വിചാരിച്ചേക്കാളൊക്കെ നേരത്തെ വരാൻ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ മുടങ്ങാണ്ടിരിക്കാൻ വേണ്ടി ഇതും കൂടി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അതുവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.